ഹേ ഡൂഡ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എന്നിട്ട് ഓൾമോസ്റ്റ് 8 മന്തോളമുള്ള എൻ്റെ കൂടെ മിക്കപ്പോഴും എൻ്റെ നൈറ്റിൽ എൻ്റെ ഒപ്പം ഫുഡിൽ ആഡ് ചെയ്ത് വരുന്ന ഒരു ഐറ്റമാണ്. എന്ത് നോക്കിയാലോ ഒരു സാധനമില്ല, എനിക്ക് മടി വരണോ, എന്തെങ്കിലും ഉണ്ടാക്കണോ, എന്തുണ്ടാക്കാം എന്ന് നോക്കുമ്പോൾ തൈരുണ്ടേ, ചോറുണ്ടേ, എന്നാൽ പോയി ഈ കേർഡ് റൈസ് ഉണ്ടാക്കും. ഇതാണ് എൻ്റെ മൊത്തത്തിൽ. എൻ്റെ ഹോസ്റ്റലിലാണെങ്കിൽ മിക്കപ്പോഴും നമ്മൾ ഹോസ്റ്റലിൽ വെക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും, നമുക്ക് രാവിലെ വെക്കുന്ന ഭക്ഷണം എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നൈറ്റ് വരെ എത്തിച്ചേരാന്നേക്കും നമ്മുടെ വാർഡനും എല്ലാവരും കുക്ക് ചെയ്യുന്ന ആൾക്കാരും വിചാരിക്കുന്നത്. എൻ്റെ ഹോസ്റ്റലിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ രാവിലെ വെക്കുന്ന ഫുഡ് അവർ രാത്രി തരും. ഞായറാഴ്ച വെക്കുന്ന കറിയാണെങ്കിൽ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ചിക്കൻ കറിയുടെ ഗ്രേവിയിൽ ചിലപ്പോൾ കടല വീഴും, ചിലപ്പോൾ ഗ്രീൻ പീസ് വീഴും, ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അതെല്ലാം ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്ത് ഒക്കെ ഓക്കെ ചെയ്യും. എനിവേ, ആ സമയത്ത് എൻ്റെ ചേട്ടൻ എനിക്ക് എപ്പോഴും പറഞ്ഞു തന്നത്, നിൻ്റെ അവിടെ ചോറുണ്ടല്ലോ, ചോറ് പുളിച്ചാലും വെളിച്ചാലും കുഴപ്പമില്ല മോളൂസേ, നീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈരെടുക്കുക, തൈരിലേക്ക് ഈ പറയുന്ന സാധനങ്ങൾ ഉണ്ടാക്കുക. എനിക്ക് സത്യം പറയാലോ, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് കിട്ടിയത്. ഇനി ആവശ്യമുള്ള എല്ലാ ഐറ്റംസും അടുത്ത് വെച്ചോളാം, ഇല്ലെങ്കിൽ 5 മിനിറ്റും കൊണ്ട് ഉണ്ടാക്കുന്ന ഐറ്റം നമ്മൾ 10, 15, 30 മിനിറ്റും കൊണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഷെടാ ഇവിടെ 5 മിനിറ്റ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഇത്രയാണ്? അപ്പം ചിന്തിച്ചോളം എന്തെങ്കിലും ഒന്നെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാവും. അത് തന്നെ. അപ്പോൾ ഞാനിടല്ലോ ഇവിടെ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ ഞാനൊരു സാധനം എടുക്കാൻ മറന്നു കേസ്. വേറെ ഒന്നുമില്ല, ചതയ്ക്കുന്ന കല്ല്. അതിൽ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി അരിഞ്ഞുകൊണ്ട് ഇഞ്ചി ഇടണം കേട്ടോ. ഇഞ്ചിയുടെ ഫ്ലേവർ കയറുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി ഇടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ചതയ്ക്കുന്ന കല്ലെടുത്തുള്ള. പിന്നെ നിങ്ങളടുത്ത് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് കുരി വരാമെന്നറിയാം. എന്നാൽ 1-2-3 സ്റ്റെപ്പ് വെച്ചാൽ മതി. അവിടെ എൻ്റെ കിച്ചണിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് എൻ്റെ റൂമിൻ്റെ ഡോറ്. എന്നിട്ട് പോലും ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. ഞാൻ അവിടെ നിന്ന് നിങ്ങളോട് പറഞ്ഞ വാക്ക് വലിക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നിട്ട് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട് സവാള കയ്യിലെടുക്കുന്നത്. ഈ സവാള ഉണ്ടല്ലോ, ഞാൻ എടുക്കാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ സവാള നോക്കിയ സമയത്ത് ഉള്ളിയില്ല, ചെറിയ ഉള്ളി. അപ്പോൾ ഈ സവാളനെ ഇങ്ങനെ പൊക്കി. അപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്, പണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരും എൻ്റെ വെല്ലുമിച്ച് എല്ലാവരും പറഞ്ഞൊരു ഐറ്റമാണ്, നമ്മൾ സവാള അരിയുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞാൽ നമ്മുടെ അമ്മായിമ്മ ഭയങ്കര സാധനമെന്ന്. പക്ഷേ ഇവിടെ എൻ്റെ കണ്ണ് നിറഞ്ഞില്ല. കാരണം എൻ്റെ അമ്മായിമ്മ പാവം, വേറൊന്നുമല്ല. ഞാൻ നൈസായിട്ട് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. 2-3 ദിവസം കൊണ്ട് വെച്ച് കഴിയുമ്പോൾ സവാളയുടെ ആ കണ്ണിരിക്കുന്ന ഒരു എലമെൻ്റ് ഉണ്ടല്ലോ, അതങ്ങോട്ട് നശിച്ചോളും. പിന്നെ എൻ്റെ സവാള നന്നാക്കുന്ന ആ ഒരു സ്കില്ല് കണ്ട് ഒരാളും പൊങ്കാലിടാൻ വരരുത്. വേറൊന്നും കൊണ്ടല്ല, എനിക്കറിയില്ല സവാള. എനിക്ക് ചോറ് തന്നെയാണ് കണക്കിന് വെക്കുന്നത്, പിന്നെയാണ് സവാള നിൽക്കുന്നത്. ഇവിടെ പല ആകൃതികളുണ്ടാവും, പല തരത്തിൽ നമ്മൾ നന്നാക്കിയിടും. അത് എല്ലാ ബിഗിനേഴ്സിനെ പോലും ഞാനും ചെയ്യുന്നു. അപ്പോഴാണ് പച്ചമുളക്. അപ്പോൾ പണ്ടത്തെ എന്തുവാ ഗുണ്ടമല്ലി 2 രൂപ എന്ന് പറയുന്ന പോലെ നല്ല തുടൂന്നിരിക്കുന്ന തിളക്കട് പോലത്തെ 2 പച്ചമുളക് അവിടെ ഇങ്ങനെ ഇരുന്ന് അരിഞ്ഞ് ഞാൻ അങ്ങോട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുരുകുരാന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ കുരുകുരാന്ന് അറിയുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അങ്ങനെ അറിയാൻ തോന്നി, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊരു കാരണമില്ല. അങ്ങനെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അവിടെ നിന്നിട്ട് ഇനി ഇതിന് പപ്പടം വേണോ എന്തെങ്കിലും വേണോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ. അതോ ഇത്രയും പച്ചമുളക് മതിയോ? അപ്പം എന്താ ഇത്, അയ്യോ വേണ്ട, എടുത്ത് നിർത്തി വെക്കാം, അല്ലെങ്കിൽ നാളെ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് പണിയാകും, ബാത്റൂമിൽ നിന്ന് എണീക്കാനേ എണീറ്റുണ്ടാവില്ല. എന്നിട്ട് പിന്നെ 2 നോക്കി ഞാൻ അവിടെ വെച്ചു. അല്ലെങ്കിൽ വേണ്ട, ഒരെണ്ണം കൂടി ഇടാലേന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ വേണ്ട, നീയും കൂടി അവിടെ നിൽക്കടാന്നും പറഞ്ഞാൽ അതിനെ മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ പോയേക്കാം, എന്തിനാ ഉപ്പെടുക്കാൻ. എന്നിട്ട് ആ ഉപ്പെടുക്കാൻ ചെന്നപ്പോഴേക്ക് എൻ്റെ ഷെൽഫിൽ അടുക്കി ഒതുക്കി വെക്കണ നല്ല മികച്ച കഴിവേറിയതായതുകൊണ്ട് കഴിവുള്ള കുട്ടിയായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എടുത്തുള്ളൂ പടപടപടേന്നെല്ലാം താഴെ വീണു. അതൊക്കെ ഇനി അറേഞ്ച് ചെയ്ത് പതിയെ വരും. അപ്പോൾ അവിടെ ഒരു 3-4 മിനിറ്റ് പോയിട്ടോ. എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഉപ്പിടാൻ പോവാം. ഉപ്പിടുന്നതിന് മുമ്പ് ഞാൻ വേപ്പിലയുടെ കാര്യം മറന്നുപോയി. വേപ്പില ഇടുമ്പോൾ ഒന്ന് നമ്മുടെ ഹെയർ നല്ല ഗ്രോത്ത് ആവും. അതിനെ കറഞ്ചും പുറഞ്ചും ഞങ്ങോട്ട് കീറിടാം. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഉപ്പിൻ്റെ തുറന്ന് കുറച്ച് ശ്വാസം വിടട്ടെ, കണ്ടിന്യൂസ് ആയിട്ട് വായി സ്റ്റോപ്പ് ചെയ്യാണ്ട് പറഞ്ഞു. 1 ടേബിൾ സ്പൂൺ, 1, 2, 3 എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉപ്പിടാം. അപ്പോഴാലോചിച്ചത്, വേണ്ട, നിർത്തിക്കോ മോളൂസേ, നിർത്തിക്കോ, അല്ലെങ്കിൽ ഇപ്പം തലയിൽ ഒന്നാമത് ഒരു പിരി ഇളകിയിരിക്കുക, ഒന്നും കൂടി ഇളകി പോകുമെന്ന് വിചാരിച്ച് അതങ്ങോട്ട് നിർത്തി. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കുക്കറിലാണ്ടോ ചോറ് വെക്കുന്നത്. കുക്കറിൽ വെക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ലാഭിക്കാം, ടൈം ലാഭിക്കാം, ഇതൊക്കെ തന്നെ. പിന്നെ
ചോറ് വെന്തില്ല എന്നുള്ള മെയിൻ ഒരു പ്രശ്നം, അതിരുന്ന് രക്ഷപ്പെടും. ഇവിടെ ഞാൻ 3 ലിറ്ററിൻ്റെ കുക്കറല്ലാണ്, അതിൽ ഒരു 2 ഗ്ലാസ് അരിക്ക് എൻ്റേതായ ഒരു കണക്കിൽ വെള്ളം വെച്ചിട്ട് ഞാൻ വേവിച്ചെടുത്തതാണ്. ഓക്കെ, അപ്പോൾ അത് ആവശ്യത്തില്ല. നമ്മൾ എന്തോരം റൈസ് നമ്മൾ കഴിക്കുന്നുള്ളൊരു ക്വാണ്ടിറ്റി മൈൻഡിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇടാനിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2-3 തവിയാണ്, 2 തവിയ ചോറ് വയ്ക്കുന്നവരാണെങ്കിൽ ഒരു 4-5 തവി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുത്തി നിന്ന് കഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ നാളെ എടുത്താലും മതി, കുഴപ്പമില്ല, സിമ്പിൾ. ആൻഡ് ഇതേ നല്ലോണം മിക്സ് ചെയ്ത് മൃദുലമായി തഴുകി തലോടി അവയെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്തിനാണ് യോജിപ്പിക്കണേന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, അങ്ങനെ മിക്സ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ആ മുളകിൻ്റെ ആയാലും സവാളയുടെ ആയാലും എല്ലാത്തിൻ്റെയും കൂടി കൊണ്ട് സത്ത് കറക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തേക്ക് കൊണ്ടുപോയി നമ്മുടെ തൈര് നല്ല, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്ന മെത്തേഡിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ആ ഒരു തൈര്. ഇതിനകത്ത് ഞാൻ വെച്ചാൽ വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചിട്ടുണ്ട്. വെളുത്തുള്ളി തൈരിൽ വേറെ ഒന്നും കൊണ്ടല്ല, അതിനൊരു ഫ്ലേവർ കിട്ടാനാണ്. ഞാൻ മിക്കപ്പോഴും ഈ സംഭാരം കുടിക്കും, അപ്പോൾ അതിന് വെറുതെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് കുടിക്കുന്നത് പോലെ ആ ഒരു ടൈമിലൊരു ഫ്ലേവർ, കറക്റ്റായിട്ടൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള അത്രയും തൈര് ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സപ്പ് ചെയ്യാം. അങ്ങനെ മിക്സപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇത് ഇപ്പം തന്നെ ഇങ്ങനെ വീണ സമയത്ത് ഞാൻ ആ ചോറ് ഇളക്കിയ സമയത്ത് തന്നെ നല്ല വാസന തന്നെ ഉണ്ടായിരുന്നു. നല്ല ആ വേപ്പിലയുടെയും ഇഞ്ചിയുടെയും എക്കത്തിൻ്റെയും കൂടി ചേർത്തിട്ട് നല്ല അടിപൊളി മണമായിരുന്നു വന്നത്. നിങ്ങളൊന്ന് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വായന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ, എൻ്റെ വയറാണെന്നുണ്ടല്ലോ കുളു കുളു കുളൂന്ന് പറഞ്ഞ് വച്ചേക്കുക. എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു കൊടുക്കാൻ അവന്മാർക്ക് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. എനിവേ ഇതിപ്പോൾ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഇളക്കിക്കൊണ്ടിരിക്കാം, അപ്പോഴേക്കും കറക്റ്റ് ആവുമല്ലോ. മൈൻഡിന് ഇത്രയും നേരം കൺട്രോൾ ചെയ്തില്ലേ, ഇനി കൺട്രോൾ ചെയ്യാം. ഇനി അങ്ങനെ ഇളക്കി കറക്റ്റായിട്ട് വന്നു. ഇപ്പം മേണിക്കവാറ് ഞാൻ എൻ്റെ വായിലേക്ക് ഇടാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. അതിനേയുള്ള പോസിബിലിറ്റി എടുത്തിട്ടുണ്ടല്ലോ കക്ഷി. ഓക്കെ എടി ഒരെണ്ണം വായിലേക്ക് വെക്കടി. മിക്കവാറും ഇത് ഒരു പ്രാവശ്യമെങ്കിലും വായിലേക്ക് ഇടും. ഇതാ വെച്ചു, വായിലേക്ക് ഇട്ടു. ഇനി 1, 2 പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. സാധനം അടിപൊളിയാണ് ഗൈസ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രസ്റ്റ് മീ, ഇറ്റ്സ് ഓസം. അത്രയ്ക്ക് നല്ല